മനോരമേൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഫുൾ സാധനങ്ങൾ ഇവിടുന്നാണ് ഞാൻ ഷൂട്ട് ചെയ്ത് സൈനോപരം ചെയ്തത്. അപ്പോൾ മനോരമയുടെ പ്രോഗ്രാം എല്ലാവരും കാണും. എല്ലാ ഞായറാഴ്ചയും പ്രോഗ്രാം ഉണ്ട്. 4 മണിക്കാണ് മനോരമയുടെ പ്രോഗ്രാം, അതും കാണുക. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മളെ മാർക്കറ്റ്. ഇതാണ് നമ്മളെ മനോരമയുടെ പ്രോഗ്രാം ഷൂട്ട് ചെയ്ത ആളിതാ. ഇതൊരു തായ് ഡിഷാണ് കേട്ടോ. തൊമ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഇതാണ് കണ്ടോ. ഈ ഒരു സാധനമാണ് ലെമൺ ഗ്രാസും പിന്നെ ഈ ഒരു സെറ്റായിട്ട് വരുന്ന സാധനമാണ് കേട്ടോ. ഈ സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതിന് 5 ബാത്താണ്. 5 ബാത്താണ് 10 രൂപ. പിന്നെ നമുക്ക് വേണ്ടത് കൊറിയാണ്ടർ ലീവ്സ്, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് വേണം. അനി ആവണം. ഇതാണ് കൊറിയാണ്ടർ ലീവ്സ് വേണം. കൊറിയാണ്ടർ ലീവ്സ് തക്കാളി 2 എടുത്തിട്ടുണ്ട്. പിന്നെ അനി സോങ് ഉള്ളി 2 വേണം. അനി ഓക്കെ. അനി സോങ് മനസ്സിലായി. ലെമൺ വേണം. ലെമൺ എടുത്തിട്ടുണ്ട്. അനി നോയ് ഇനി ഇത് ഉള്ളിയാണ് കേട്ടോ. ഉള്ളിയല്ല, മുളക് കുറച്ച്. നമ്മുടെ സോസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഫിഷ് സോസ്. പിന്നെ തൊമ്യത്തിന് മിക്സ് ചെയ്യുന്നൊരു സാധനം അനി ഫിഷ് സോസ് ഉണ്ട്. ഇത് ഫിഷ് സോസ്. പിന്നെ തൊമ്യത്തിന് മിക്സ് ചെയ്യുന്ന ഒരു സംഭവമാണ്, അതും മേടിച്ചിട്ടുണ്ട്. അത് ഓൾറെഡി ഉണ്ട്. ചോറാക്കാം. ഇനി നമുക്ക് മേടിക്കാനുള്ള കൊഞ്ചനാണ് കേട്ടോ. കൊഞ്ചം മേടിക്കാം. ഒരു 1/4 കിലോ കൊഞ്ചം മേടിക്കണം. അനിയാവണോ? നമ്മുടെ സാധനങ്ങളും മേടിച്ചിട്ടാ. തൊമ്യത്തിന് വേണ്ട സാധനങ്ങൾ ഏകദേശം ഒരു 10-12 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതെല്ലാം മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന തായ്ലൻഡിലെ അടിപൊളി ഡെലിഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. നിങ്ങൾ തായ്ലൻഡ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്യും. പുറത്തുനിന്ന് നമുക്കിത് കിട്ടുന്നതാണ്. പക്ഷേ അതുപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കുകയും ചെയ്യാവുന്നതാണ്. ഇവിടെ നല്ല മഴയാണ് കണ്ടോ. പുറത്ത് പൊതുവേ നല്ല മഴയാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളിലും. തായ്ലൻഡിൽ മാത്രം കാണപ്പെടുന്ന വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളത് ഇതാണ് കണ്ടോ. ഇത് നമ്മുടെ തായ്ലൻഡ് മാർക്കറ്റുകളിൽ പൊതുവേ കിട്ടുന്നൊരു സംഭവമാണ്. നമ്മൾ നാട്ടിൽ കിട്ടുമെന്ന് അറിയില്ല. ഇതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗലങ്ങൾ എന്നാണ് ഇതിന് പറയുക. ചങ്ക് ഓഫ് ഗലങ്ങൾ എന്നൊരു സാധനം, ഒരു ഇഞ്ചിൻ്റെ ആകൃതിയിൽ സാധനം. പിന്നെ ഇതുണ്ട് ലെമൺ ഗ്രാസ് ഒരു 4 വേണം. ലെമൺ ഗ്രാസ് എന്ന് പറയുന്ന സാധനമുണ്ട്. പിന്നെന്താ പറയുന്ന ലൈം ലീവ്സ് ഉണ്ട്. ലൈം ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയിലെ കുറേ സാധനങ്ങൾ ലൈം ലീവ്സ്. ഇതൊരു ബണ്ടിലായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ 2 ടൊമാറ്റോ വേണം. പിന്നെ റെഡ് ചില്ലീസ് കുറച്ച് റെഡ് ചില്ലീസ്. പിന്നെ ലെമൺ നമുക്ക് കട്ട് ചെയ്ത് ലെമൺ വേണം. 3 ലെമൺ വേണം. പിന്നെ നമ്മുടെ കുറച്ച് മഷ്റൂംസ് വേണം. പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് വേണം. പിന്നെന്താ വേണ്ടത്? പിന്നെ എന്താ വെച്ചാൽ വൈറ്റ് ഒനിയൻസ് ആണ് വേണം. വെളുത്ത നിറത്തിലുള്ള ഒനിയൻസാണ് നമുക്ക് വേണ്ടത്. 2 വേണം. പിന്നെന്ന് പറഞ്ഞാൽ ഗാർലിക് കുറച്ച് സംഭവങ്ങൾ. ഇതാണ് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ്. പിന്നെ 1/2 കിലോ അല്ലെങ്കിൽ 1/4 കിലോ കൊഞ്ച് ആവശ്യത്തിന് വേണം. പിന്നെ ഫിഷ് സോസ് വേണം. ഇതാണ് സോസ്. തായ്ലൻഡിൽ കടപ്പെടുന്ന ഒരു ഫിഷ് സോസാണ്. ഫിഷ് സോസ് നമുക്ക് വേണം. പിന്നെ മെയിനായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇതാണ് കണ്ട, പ്രിക് പാവ് എന്ന് പറയാം. പ്രിക് പാവ് എന്ന് പറഞ്ഞാൽ ഒരു തായ് ചില്ലി പേസ്റ്റാണ് ഇത്. ഈ സംഭവമാണ് തായ് തൊമ്യത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. കുക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ 1.5 ലിറ്റർ വെള്ളം ചൂടാക്കുക ഫസ്റ്റ് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം ചൂടാകുന്നതിനിടയ്ക്ക് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഗലങ്ങൾ എന്ന് പറഞ്ഞ ഈ സംഭവം ഇടുക കേട്ടോ. തായ്ലൻഡിൽ മാത്രം കാണപ്പെടുന്ന ഈ ഗലങ്ങൾ എന്ന് പറഞ്ഞ സാധനം ഇടണം. നമ്മളത് ഇട്ടിട്ടുണ്ട്. ഗലങ്ങൾ അതൊരു പീസ് ബണ്ടിലൊക്കെ കിട്ടുന്നതാണ്. അതൊരു പീസായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈം ലീവ്സ് എന്ന് പറഞ്ഞ സാധനം കണ്ടോ. ലൈം ലീവ്സ് ഇടുക.
4 ഇട്ടു. പിന്നെ നമ്മൾ ലെമൺ ഗ്രാസ് കണ്ടോ, ലെമൺ ഗ്രാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിട്ടതിന് ശേഷം കുറച്ച് നേരം അത് ചൂടായിക്കോട്ടെ. ഇതിന് ചൂടാകുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് ഗാർലിക്കും കൂടി ഇടാം. വെളുത്തുള്ളി ഉണ്ടോ, വെളുത്തുള്ളി കുറച്ച് ഇടാം, ആവശ്യത്തിന് വെളുത്തുള്ളി നമ്മൾ ഇട്ടിട്ട്. ഇപ്പം ഇങ്ങനെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് അടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രിക് പാവ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇത് തായ്ലൻഡിൽ മാത്രം കാണപ്പെടുന്ന ഒരു സംഭവമാണ്. പ്രിക് പാവ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ചില്ലി പേസ്റ്റാണ്. അത് നമുക്ക് ഇതിനകത്തിടാം. ഒരു സ്പൂൺ മതി. ഒരു സ്പൂൺ ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കുക. അതിലേക്ക് നമ്മുടെ മുളക്, റെഡ് ചില്ലി ഇടുക, ഉള്ളി, അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ മഷ്റൂം, തക്കാളി, എന്നീ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പഞ്ചസാര. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളെ കൊഞ്ചനിടുക. പിന്നെ അതിലേക്ക് ലെമൺ, ഒരു 1-2 നാരങ്ങേൻ്റെ ഒരു ടേസ്റ്റ് നല്ലതാണ്. പുതിന ചപ്പ്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. കണ്ടോ, ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സൂപ്പാണിത്. അതിലേക്ക് നമ്മൾ ഏകദേശം നല്ലോണം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫിഷ് സോസ് വെച്ച് കൊടുക്കാം. ഒരു 3-4 ടീസ്പൂൺ ഫിഷ് സോസ് വെച്ച് കൊടുക്കും. അപ്പോൾ മനസ്സിലാവും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടും. ഫിഷ് സോസിൻ്റെ കൊഞ്ചം വേഗം കുറച്ച് സമയം എടുക്കും. ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ടോ നോക്കി ഒന്നുകൊണ്ട് വേണമെങ്കിൽ ഉപ്പിടാം, പഞ്ചസാര ഇടാം. അതാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. Never make promises, 'cause I don't keep them, 'cause I don't keep them, 'cause I don't keep them, 'cause I don't keep them.
അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വൈഭവ് സൈനിങ് ഓഫ്. Cause I